അപ്പോൾ നമ്മൾ ഇന്നത്തെ അതൊക്കെയാണ് ഈറ്റ് നമ്മൾ ടെൻറ്റിൽ നിന്നൊക്കെയാണ് ഈറ്റ്. നല്ല വെയിൽ, അവിടേക്ക് വെയിൽ നല്ല രീതിയിൽ ഇതായതുകൊണ്ട് അവിടെ നിന്ന് നീറ്റ് കണ്ടത് നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ പറ്റില്ല, ചാർജ് കുറവായിരുന്നു. ഇന്നലെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ചാർജ് കുറവായിരുന്നു. പിന്നെ പ്ലഗിങ് ഒക്കെ ടെൻറ്റിലുണ്ടാവില്ലല്ലോ, ഇവിടെ വന്നുകൊണ്ട് പിന്നെ ചാർജിലിടണം. അപ്പോൾ പിന്നെ ഏതായാലും അവിടെ എടുക്കട്ടെ വിചാരിച്ചു. രാവിലെ ആയപ്പോൾ ഇതിന് ചത്തുകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫുഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഫ്രഷായി, ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ മനോഹരമായിട്ടുള്ള നല്ല ഫുഡ് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. എടുത്ത് വെച്ചിട്ട് ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. വേണ്ട, നമ്മൾ വന്നപ്പോത്തിന് ഫുഡുകളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. എന്താ കടലൊക്കെ ഇത് മറ്റേതാണല്ലേ, പട്ടാണിക്കടല, തണ്ണിമത്തൻ, മുട്ട, പഴം, ന്യൂഡിൽസ്, സോറി നൂൽപുട്ട്, ദോശ, വെള്ളപ്പം. പിന്നെ നമ്മളവിടെ ദോശ എന്നൊക്കെ പറയാം അല്ലേ. പിന്നെ ഇതാക്കണം ഇതാണ് റിസോർട്ട്. ഇവിടെ കുട്ടികൾ ഇതുവരെ കളിച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങിയിരുന്നു മേലെ അതാ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കഴിക്കട്ടെ, നിങ്ങളോട് സംസാരിച്ച് തണുക്കും. ഓഹരി വെക്കുകയാണ് ഗൈസ്. എനിക്കും അവൾക്ക് വലിയ പഴം എടുത്ത് എനിക്ക് ചെറിയ പഴം. എനിക്ക് പൊട്ടി മുട്ട തന്ന് അവൾക്ക് പൊട്ടാത്ത മുട്ട അവരെ വെച്ച്. കണ്ടാ പൊട്ടിയിട്ടില്ല, എനിക്ക് പൊട്ടി മുട്ടയാണ് കിട്ടിയിട്ടുണ്ട്. കണ്ടാ യാതാ സാധനം. ഈ കറി അടക്കം മൊത്തം ഓള് കുടിക്കുന്നതാവും. വലിയ പഴം അവിടെ വെച്ച് കണ്ട് എനിക്ക് ചെറിയ പഴം വെച്ചത്. വേണ്ട ഇനി മാറ്റണ്ട പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ. അതൊക്കെ നീ വീഡിയോ കട്ടാക്കിയാൽ നേരെ തിരിച്ച് തന്നെ തിന്നാൽ മതി എന്നറിയും. അതാണ് സംഭവം. സാധനം അറിയാം. എന്നാലും കഴിക്കട്ടെ. നമ്മൾ കുറച്ച് നേരം കൂടി ഉണ്ടാവും. ഒരു 11 മണി. ഇപ്പോൾ നേരെ എത്രയായി? 10 മണിയാവാനായി. ഇത് ടൈം കൊടുക്കാണ് പോണത്. എണീറ്റത് എത്ര മണിക്ക്? 8 മണിക്ക് എണീറ്റതാണ്. ഒന്ന് ഇങ്ങനെ ഫ്രഷായി വന്നപ്പോൾ തന്നെ ഇതാ നേരെ 9:15. അപ്പോത്തിന് ടൈം കൊടുക്കാൻ പോകുന്ന അറിഞ്ഞില്ല. അപ്പം എന്തായാലും നമ്മൾ കഴിക്കട്ടെ. ഓക്കെ, ഇവിടെ തൊലി തുടങ്ങി. മുട്ട തൊലി തുടങ്ങി. നമ്മളെ മുട്ട തൊലിച്ചു തരാം ഭർത്താവിനെ. ബാക്കി എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ ഗൈസ്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു, റിസോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. പക്ഷെ അവിടുന്ന് എടുക്കാനുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. സംബന്ധം വെച്ചാൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വളക്കൊണ്ടിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഡിലീറ്റ് ആക്കിച്ചിപ്പോൾ കുറച്ച് ഒരു 22 മിനിറ്റ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കാണാം. 22 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഏകദേശം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ ഒഴിവാക്കി ഇപ്പോൾ റെഡി ആയിപ്പോയി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളെ ഡാമിൻ്റെ ഒക്കെ ഒരു എന്തൊക്കെ ഒരു സംഭവം കൂടി ചേർന്നൊരു സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് നോക്കാൻ വയ്യ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ നമ്മളെ കാർ പാർക്കിങ്ങും. പക്ഷെ ഇവിടെ ഇതില്ല കേട്ടോ. ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇത്ര ഒരു ഫീ, അങ്ങനെ ഒരു പൈസയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പാർക്കിങ്ങിനോ അങ്ങനെ ഒന്നും ഒരു ഇതില്ല. നമുക്ക് ഇത് ചെയ്യാം, വന്ന് കാണാം, കണ്ടിട്ട് വേണമെങ്കിൽ പോവാം. ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോളൂ. ഇതാണ് കാഴ്ച. ഏത് അത് എനിക്കും അറിയില്ല എന്താണെന്ന്. ഞാനിപ്പോൾ ആദ്യമായിട്ടല്ലടി മോളെ വരുന്നത്. അത് മീൻ കൃഷിയാണ് തോന്നുന്നത്. മീൻ കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കണ്ട ഏതാ സ്പോട്ട്. വെയിൽ ഇരുട്ടത്ത് തണലത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണം. അവിടെ പോയിരുന്നാലോ. ആമ്പൽ ഇവിടെ കാണുന്നില്ലല്ലോ. നേരത്തെ നമ്മൾ അവിടെ കണ്ടല്ലേ, ആമ്പലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആമ്പലല്ല, താമര. അവിടെ താമരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മീൻ കൃഷിയാണ് കേട്ടോ. ഇവിടെ നേരെ മുന്നിൽ കാണുന്ന നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതാണ് താമരക്കുളത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇത് ഇറങ്ങും ഇങ്ങനെ പോവുകയാണ്.
ഇതൊക്കെ കേട്ടോ കുറച്ച് അധികം ഈ ഭാഗത്താണ് കുറച്ച് അധികം ഉള്ളത്. അതുകൊണ്ടാണ് ആ ഭാഗത്തൊക്കെ എല്ലാവരും എല്ലാവരും പറയാം, എല്ലാവരും പറിക്കുന്നുണ്ട്. പക്ഷേ ഒക്കെ തീർന്നതാണ്. ഇവിടെയൊക്കെ വില കയ്യിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ കുട്ടികളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വേണ്ട, അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതാ ഇവിടെ ഈ ഭാഗത്ത് നല്ല ഉണ്ട്. ഇതധികം ഇതിലേറെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ ആ ഒരു സീസൺ ഇപ്പോൾ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ വേറൊരു സീസൺ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുത്തിയതാ പറിച്ചിക്കണ് കേട്ടോ. ഞാൻ പറിച്ചെടുത്ത് തന്നെയാണ്. ചലഞ്ച് വെച്ചു, എന്നോട് വാശി വെച്ചു. ഇട്ടിട്ടുണ്ട്, കണ്ടോക്ക് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം കേട്ടോ നല്ല രസമുണ്ട്. കണ്ട അവിടെ ഒറ്റപ്പെട്ട ഒരുത്തന്നെ അവിടെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അതാണ് മെയിനായിട്ട് താമര. ഇതിവിടെ വേറെതാ താമരകൾ, ഇവിടെ വേറെതാ കുറേ പൂത്തുകൾ. ഏത് ഇത് ആമ്പല ഉണ്ടാവോ എനിക്കറിയില്ല. എന്നാ ആമ്പൽ, ആ ആമ്പൽ, ഇത് താമര ഒക്കെ ഉണ്ട് ഇവിടെ. ഏട്ടനും അനിയന്മാരും എല്ലാം ഉണ്ട്. നമ്മളിനി ഇവിടുന്ന് കയറാൻ പോവുകയാണ്. എടുത്തേക്ക് അത് കിട്ടിയപ്പോൾ ആദ്യമായിട്ടല്ല ഇതെടുക്കുക, കൈ പിടിക്കുന്നത്. ഞങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ട് സിത്ത് ഇതേപോലെ പോയി എടുത്താൽ സംഭവം. എന്തായാലും നമ്മൾ ഇതൊക്കെ പറിച്ച് നമ്മളിവിടുത്തെ ഇത് കഴിഞ്ഞു, ചാർജും കഴിഞ്ഞു. ഇനിയിപ്പോൾ ചാവും. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഒന്ന് കുറച്ച് നേരം ചാർജിന് ഇടണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിൻ്റ് നോക്കട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും പോകും. ഏതായാലും പോയേക്കട്ടെ. ഓക്കെ, തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം കാണുക എന്നുള്ള രീതിയിൽ വന്നതാണ്. ഏതായാലും ചുരം ഇറങ്ങുന്ന സമയത്തൊന്ന് കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാമല്ലോ വിചാരിച്ചു. ഇവിടെ ഭയങ്കര തീറ്റയാണ് കേട്ടോ, ഐസ്ക്രീം ഞാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, വരും. ഏയ് കാറേ നമ്മൾ എൻട്രൻസിൽ പോകേണ്ടി വരും. വാ, ഇത് എൻട്രൻസ് എത്തി. എൻട്രൻസിലൂടെ കയറി പോവുകയാണ്. ആളുകളുണ്ട്. ഇവിടെ ഇരുന്നോ. ഞങ്ങൾ ഐസ്ക്രീം തിന്ന് കഴിഞ്ഞിട്ട് പോകാം. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വാശി പിടിച്ചാലോ. ഞങ്ങൾക്ക് വേണം എന്നാണ് ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ തിന്ന് സാവധാനമൊക്കെ പോകുന്നുള്ളൂ. നമ്മൾ കയറാൻ പോകണം. വാ കയറി വാ. ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 40 റുപ്യാണ്. വാ നടക്കടി. ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇപ്പം നടന്നുള്ളൂ. പിന്നെ പാറകളിലൂടെ കുറച്ച് ചാടുന്നു. വലിയ പാറ. ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തരാം. നമ്മൾ ഈ ഒരു സ്റ്റെപ്പല്ല, ഈ ഒരു ഇൻ്റർലോക്കിട്ട ഈ വഴിയിലൂടെ ഞങ്ങൾ കയറിപ്പോയി. വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ അംശങ്ങൾ കാണുന്നു ഇതിലൂടെ. ഇങ്ങനെ ഇത് കയറിയിട്ടേക്കരെ നമുക്ക് ഫുള്ള് കാണാം. കയറി നോക്കട്ടെ, എന്തായാലും എന്തെങ്കിലും കാണാനുണ്ടോ നോക്കട്ടെ. എന്തായാലും ഞങ്ങളെത്തി ഗായ്സ്, ഞങ്ങൾ വാട്ടർഫാളിലേക്ക് എത്തി ഗായ്സ്. ഞങ്ങളിതാ വെള്ളച്ചാട്ടം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, എന്നാലൊരു വെള്ളച്ചാട്ടം. അയ്യോ, ഇതിൽ കുളിച്ചിരുന്നല്ലേ അവര് സമ്മാസൊക്കെ. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് ഇതാണ് മക്കളെ. നല്ല വ്യൂ ഉണ്ടല്ലേ, വിചാരിച്ച പോലെ അല്ലേ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഓ തിരക്ക് നോക്കി നിങ്ങൾ, അവിടെയുള്ള തിരക്കൊക്കെ. ഓ ക്യാമറമൊക്കെ എന്തോ പഠിച്ചു. ഇതാ ഗൈസ്, അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം കുറവാണെന്നുള്ളൂ, പക്ഷെ നല്ല ആംബിയൻസ്, നല്ല രസമുണ്ട് ഇവിടെ. അടിപൊളി ഫുൾ സെറ്റ്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം എന്തായാലും. ബാ, ഈ പാലത്തു കൂടി നടക്കുക. നമ്മൾ ഈ പാലത്തു കൂടി ഇങ്ങനെ നടക്കുക. ഇവിടെ വേറെ വെള്ളത്തോട് ഞാൻ കാണിക്കുന്നില്ല. യോ, ഇത് ഇളകി കളിക്കുന്നു. ഇത് ആടുമല്ലേ, ആടും പാലം, ചാടും പാലം, വെള്ളം കണ്ടാൽ നിൽക്കും പാലം. ഈ പാലം കടന്ന് സെറ്റാകുന്നു. യെസ്, എൻ്റെ ഷൂവിൻ്റെ ലൈസായി അഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയേക്കല്ലോ ആദ്യം. അവിടെ എന്താ നോക്കാം, അവിടെ ഒന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഒന്നും കൂടി വരാം. ഓക്കെ ഓക്കെ. എന്താണ്
താന്നി മുത്തശ്ശി. ഇത് മുത്തശ്ശിന്റെ വീടാ. എന്തായാലും വീടായാലും വേണ്ടില്ല, വീടായാലെങ്കിലും വേണ്ടില്ല, നമുക്ക് പോയേക്കാം. അപ്പം എന്തായാലും ഈ കാട്ടിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. പോകുന്നതിനിടെ നല്ല വലിയ മരം കണ്ടു. ഇത് കണ്ടപ്പോൾ വാപ്പാനെ വിളിച്ചാലോ എന്നൊരു തോന്നി. വാപ്പാക്ക് മരം വെട്ടാനാണ് ഈ പണി. എന്തായാലും ഇത് വെട്ടാൻ സമ്മതിക്കുന്നില്ല. എന്നാലും എന്താ നമ്മുടെ ഫാമിലീസൊക്കെ ഉണ്ട്, അധികം നമ്മളെ ക്യാമറയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഇത്രേ ഉള്ളൂല്ലോ, കഴിഞ്ഞല്ലേ? അവിടെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അത് കാണിച്ചു കൊടുക്കുക. ഇതിൽ തോളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടങ്ങൾ തോളൊക്കെ ഉണ്ട്. ഇതിൽ മരത്തിന് തോളൊക്കെ ഉണ്ട്. ആ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഫോട്ടോ എടുക്കാം. ചെക്കന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഭയങ്കര കളിയാണ്. നമ്മളെ വെള്ളച്ചാട്ടം എവിടെയാണ്? വെള്ളച്ചാട്ടം ഇവിടെ, ഇത് ചെറിയ വെള്ളച്ചാട്ടം, ചെറിയ ശബ്ദങ്ങളും. ആരുമില്ലെങ്കിൽ നല്ല രസകരം, നല്ല ശബ്ദം. അവിടെ പോയി ഇരിക്കാൻ നല്ല സുഖകരല്ലേ? പറ്റില്ല, പക്ഷെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങാൻ നോക്കിയാലേ അങ്ങോട്ട് പോവും, കാലം വഴുതിയാണ് പോവും. ഇതാണ് മരം മക്കളെ. പെണ്ണ് നുളവിളിക്കുന്നത്, ആരോ ഇവിടെ കരയുന്നുണ്ട്. ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ കയറുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ട് അതിലൂടെ ഇറങ്ങാം. ഇതിലൂടെ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഫുള്ള് സാഹസികമാവണം. കണ്ടാ, ഇത് ദേ കൂടി വരാം. നമ്മൾ ഫുള്ള് സാഹസികമാവണം. ഇത് എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി കയറുമ്പോൾ അതിന് രസം ഉണ്ടാവില്ല. നമ്മൾ വെറൈറ്റി പിടിക്കണം. യോ 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 കണ്ടോ ഇവിടെ കുളികളൊക്കെ നടക്കുന്നുണ്ട്. അധികം പിടിച്ചാൽ കുളിസീനിൽ പെടും. നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് കാട്. പുലിയോ ആനയോ ഇറങ്ങുമോ ഇതിലൂടെ? ഇതിൽ കൂടി തുരന്ന് പോകട്ടോ. പക്ഷെ ആരോ പോയിട്ടുണ്ട്, പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല. കേട്ടോ, നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറേ കുട്ടികളാണെങ്കിലും ആളുകളാണെങ്കിലും കുളിക്കുന്നുണ്ട്. നമ്മളധികം വീഡിയോകൾ ഉൾപ്പെടുത്താൻ അങ്ങനെ പറ്റില്ല, കുട്ടികളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് പിന്നെ ഇവിടെ ഫാമിലീസ് വേറെ. ഇതാണിത് വലിയൊരു പാറട്ടത്. നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ മക്കളെ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരിതാവില്ല, പക്ഷെ സംഭവം സൂപ്പർ. പക്ഷെ വെള്ളച്ചാട്ടം കുറവാണെന്നുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കുളി എല്ലാം നടക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ തുഷാരഗിരി വിടുകയാണ് ഗൈസ്. നമ്മൾ ഇവിടെ വാട്ടർഫാളൊക്കെ കണ്ടു. ഇവിടെ നല്ല രസമുണ്ടല്ലേ? അയ്യോ, ഇവിടുന്ന് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു മോളെ. ഫോണൊന്ന് വീണാൽ ചെതറി, പിന്നെ ഒന്നും നോക്കണ്ട, കണ്ട വൈദ മലകൾ. ഈടാ ഇത് ക്യാമറയിൽ കാണുമ്പോൾ വലിയൊരു എഫക്റ്റ് കിട്ടുന്നില്ല, പക്ഷെ സംഭവമാണ് മക്കളെ, സംഭവമാണ്. ഇവിടെ ചടച്ചിട്ടുണ്ട്, ആകെ കുഴങ്ങി ബാഗൊക്കെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ 2 ദിവസത്തെ വയനാട് ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു ഗൈസ്.